Good morning, everyone. Today we are going to discuss about Keynes' rejection of sales law. Keynes' rejection of sales law Keynes sales law wrong അല്ലെങ്കിൽ അഥവാ false ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കുറേ ക്രിറ്റിസിസം പഠിച്ചിട്ടുണ്ടായിരുന്നു സെയിൽസ് ലോയുടെ കെയ്ൻസ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവിടെയും പറയണത്. അപ്പോൾ കെയ്ൻസ് റിജക്ഷൻ ഓഫ് സെയിൽസ് ലോയ്ക്ക് പോകുന്ന മുന്നേ തന്നെ നമുക്ക് എന്താണ് സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ് എന്ന് നോക്കാം. ഇത് നമ്മൾ മുൻപുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ് ഇസ് ദ കോർ ഓഫ് ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്. ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ കോറാണ് സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അഥവാ നമുക്ക് കുറേ കാമ്പാണ് സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ്. According to JBC, supply creates its own demand. That is, whatever we produce in the market, that will be automatically sold. അതായത് നമ്മൾ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യേണ്ട സപ്ലൈ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യും. ദിസ് ഇസ് സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ്. ദർ വിൽ ബി നോ ഓവർ പ്രൊഡക്ഷൻ. എന്ത് പ്രൊഡ്യൂസ് ചെയ്താലും അതിന് ഡിമാൻഡ് ഉണ്ടാവും, അത് വിറ്റ് പോകും. ദർ വിൽ ബി നോ എക്സസ് സപ്ലൈ. ദാറ്റ് ഇസ് സപ്ലൈ ഈക്വൽ ടു ഡിമാൻഡ്. ഓവർ പ്രൊഡക്ഷനും അൺഎംപ്ലോയ്മെൻറ്റും എക്കണോമിയിൽ ഇമ്പോസിബിൾ ആണ്. ബിക്കോസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്താലും വിറ്റ് പോകും, നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷന് അനുസരിച്ച് എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. ഈവൻ ഇഫ് ദർ ഇസ് സം അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ദ ഷോർട്ട് റൺ, ദ എക്കണോമി ഓട്ടോമാറ്റിക്കലി ടെൻസ് ടുവേർഡ്സ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇൻ ദ ലോങ് റൺ. ഇനി ഷോർട്ട് റണ്ണിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ലോങ് റണ്ണിൽ എക്കണോമി ഓട്ടോമാറ്റിക്കായിട്ട് ഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് ടെൻഡ് ചെയ്യും. ഇറ്റ് ഈസ് പ്രൊഡക്ഷൻ വിച്ച് ക്രിയേറ്റ്സ് മാർക്കറ്റ് ഫോർ ഗുഡ്സ്. എവറി സപ്ലൈ ഓഫ് ഔട്ട്പുട്ട് ക്രിയേറ്റ്സ് ആൻ ഇക്വാലൻറ്റ് ഡിമാൻഡ്. പ്രൊഡക്ഷനാണ് മാർക്കറ്റിനെ ക്രിയേറ്റ് ചെയ്യണത്. എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്നു അത്രയും വിറ്റ് പോകുന്നുണ്ട്. പിന്നെ ഓരോ സപ്ലൈ ഓഫ് ഗുഡിനും ഈക്വലായിട്ട് ഡിമാൻഡ് ഉണ്ടാകുന്നുണ്ട്. നോ എക്സസ് സപ്ലൈ ഓർ ഡെഫിഷ്യൻറ്റ് ഡിമാൻഡ്. സപ്ലൈ ഇട്ട് കൂടി പോകുന്നില്ല, ഡിമാൻഡ് കുറഞ്ഞു പോകുന്നില്ല. സപ്ലൈ ഈസ് ഈക്വൽ ടു ഡിമാൻഡാണ്. ഇനി നമുക്കതിൻ്റെ അസംഷൻസ് നോക്കാം. ദിസ് ലോ ഓപ്പറേറ്റ്സ് ഓൺലി ഇൻ ഫ്രീ എക്സ്ചേഞ്ച് എക്കോണമി. ഒരു ഫ്രീ എക്സ്ചേഞ്ച് എക്കോണമിയിലാണ് ഈ ലോ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. അതായത് ദർ വിൽ ബി നോ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഒന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. നമുക്കറിയാം ക്ലാസിസം ബിലീവ് ചെയ്യുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണെന്നൊക്കെ നമുക്കറിയാം അല്ലേ. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ടാവും, ഹോമോജിനസ് പ്രൊഡക്റ്റ് ആയിരിക്കും. അങ്ങനെ അടുത്ത അസംഷൻ എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെൻറ്റ്. എക്കണോമിയിലെ എല്ലാ റിസോഴ്സസും ഫുൾ എംപ്ലോയ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആരും തൊഴിലില്ലാത്തൊരവസ്ഥയിൽ ഉണ്ടാവില്ല, എല്ലാവരും ഫുൾ എംപ്ലോയ്മെൻറ്റിലായിരിക്കും. ലേസസ് ഫെയർ പോളിസി. ദാറ്റ് ഈസ് ദർ വിൽ ബി, നമുക്ക് ലേസസ് ഫെയർ പോളിസി പറഞ്ഞാൽ തന്നെ ബൈ ഹാർട്ടാണ് അല്ലേ. ദാറ്റ് ഈസ് ദർ വിൽ ബി നോ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. ഡിമാൻഡ് സപ്ലൈ ആണ് മാർക്കറ്റ് പ്രൈസൊക്കെ നിർണ്ണയിക്കുന്നത്. സേവിങ്സ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽ ആയിരിക്കും. ഇതാണ് സെയിൽസ് ലോയിൽ അസ്യൂം ചെയ്യണത്. ഫ്രീ ഫ്ലോ ഓഫ് മണി ഈസ് ഇമ്മീഡിയറ്റ്ലി സ്പെൻഡ് ബൈ ദ കൺസ്യൂമേഴ്സ്. ഫ്രീ ഫ്ലോ ഓഫ് മണി ആയിരിക്കും. മണി എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് അപ്പം തന്നെ സ്പെൻഡ് ചെയ്യും. അവർ കാശ് ഉണ്ടാക്കുകയും ചെയ്യും, അത് അപ്പം തന്നെ സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. സൈസ് ഓഫ് മാർക്കറ്റ് ഇസ് ലിമിറ്റഡ് ബൈ വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ്റെ വോള്യത്തിനനുസരിച്ചിട്ടാണ് മാർക്കറ്റ് സൈസൊക്കെ തീരുമാനിക്കുന്നത്. അപ്പം ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ നോക്കിയത് എന്താണ് സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ് നോക്കി, അതിൻ്റെ അസംഷൻസ് നോക്കി. നമുക്ക് കെയ്ൻസ് റിജക്ഷൻ ഓഫ് സെയിൽസ് ലോയ്ക്ക് പോവാം. Keynes' rejection of Say's law. Say's law, if accepted, makes macroeconomic demand management policy redundant. Say's law ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മാക്രോ എക്കണോമിക് ഡിമാൻഡ് മാനേജ്മെൻറ്റ് പോളിസീസിനൊക്കെ റിഡണ്ടൻ്റ് ആക്കും, അനാവശ്യമാക്കുന്നു എന്നാണ് പറയുന്നത്. We have seen earlier that in the classical model, a decision to refrain from current consumption is equivalent to a decision to consume more in the future. This decision therefore automatically implies that resources need to be diverted to the production of investment goods, which will be needed to provide the flow of future consumption goods. അപ്പോൾ എന്താണ് ഇതിൽ മെയിനായിട്ട് ഇവിടെ സെയിൽസ് ലോ എങ്ങനെയാണ് കെയ്ൻസ് റിജക്റ്റ് ചെയ്തതെന്നാണ് കാണിക്കുന്നത്. സെയിൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം ക്ലാസിക്കൽ എക്കണോമിസ്റ്റാണ്. കെയ്ൻസ് നമുക്കറിയാം ഫിസിക്കൽ പോളിസിയുടെ ഉപജ്ഞാതാവൊക്കെയാണ്. അപ്പോൾ ക്ലാസിക്കലിന് ശേഷം വന്ന കെയ്ൻസ് മുമ്പ് നിന്നിട്ടുണ്ടായിരുന്ന ക്ലാസിക്കൽ എക്കണോമിസ്റ്റായ സേയുടെ കുറച്ച് തിയറീസിനെ റിജക്റ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യണത്. അപ്പോൾ ക്ലാസിക്കൽ തിയറീസിൽ എന്താണ് പറയുന്നത്, എപ്പോഴും കറണ്ട് കൺസെപ്ഷന് ആളുകൾ മാറ്റിവെക്കും, എന്തിന്, ഭാവിയിലേക്ക് വേണ്ടിയിട്ട്. ഇത് സെയ്സ്, ഹോട്ടർ പോലെയുള്ളവരൊക്കെ പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ സെമ്മിൽ ഇൻ്റർ ടെമ്പോറൽ ചോയ്സ് മോഡലൊക്കെ പഠിച്ചിട്ടുണ്ട്.
അതായത് ഇപ്പോൾ എനിക്ക് ഡെയിലി 100 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് കൺസ്യൂം ചെയ്യുകയും ചെയ്യും, നാളത്തേക്ക് സേവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് 100 എന്നുള്ളത് 150ആയി. അപ്പോൾ ഞാൻ ആ +50 കൂടി എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യാണ്ട് സേവിങ്ങിലോട്ട് മാറ്റി വയ്ക്കും. അതായത് നാളത്തേക്ക് വേണ്ടി ഞാൻ ഇന്ന് സേവ് ചെയ്യും. അപ്പോൾ സേവ് ചെയ്യാമെന്ന് പറയുമ്പോൾ നാളെ അത് കൺസ്യൂം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ തീരുമാനം ഓട്ടോമാറ്റിക്കലി ഇംപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്കണോമിക്സിലെ പ്രൊഡക്ഷൻ സെക്ടേഴ്സും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സും നാളത്തേക്ക് വേണ്ടിയിട്ട് ഇന്ന് കൺസ്യൂം ചെയ്യുന്നില്ലെങ്കിലും നാളെ കൺസ്യൂം ചെയ്യുമെന്ന് മുന്നിൽ കണ്ടിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് റിസോഴ്സ് അവർ മാറ്റി വെക്കും. അതായത് അത് ഇൻവെസ്റ്റ്മെൻറ്റ് ഗുഡിൻ്റെ പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ട് ഡൈവേർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ കൺസപ്ഷൻ ഗുഡ്സിൻ്റെ ഫ്ലോക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. കറൻറ്റ് കൺസപ്ഷനിൽ നിന്നും റിഫ്രെയിൻ ചെയ്യാനുള്ള ഡിസിഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ കൂടുതൽ കൺസപ്ഷൻ ചെയ്യാനുള്ള ഡിസിഷന് ഈക്വലാണ്. An increase in saving automatically becomes an increase in investment expenditure via adjustment of the interest rate. In the classical model, saving is in effect just another form of spending. ഇൻട്രസ്റ്റ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് സേവിങ് കൂടുന്നതോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും കൂട്ടാൻ സാധിക്കും. ഇപ്പോൾ ക്ലാസിക്കൽ മോഡലിൽ സേവിങ് എന്ന് പറയുന്നത് ഇസ് ഇൻ എഫക്ട് ജസ്റ്റ് അനദർ ഫോം ഓഫ് സ്പെൻഡിങ് ആണ്. അതായത് ഇന്ന് ഞാൻ സേവ് ചെയ്യുന്നത് നാളത്തേക്ക് സ്പെൻഡ് ചെയ്യാനാണ്. ദാറ്റ് ഈസ് ടുഡേയ്സ് സേവിങ് എന്ന് പറയുന്നത് എന്താണ്, എന്തിന് ഈക്വലാണ്, ടുമോറോ സ്പെൻഡിങ്ങിന് ഈക്വലാണ്. The principles underlying Say's law raised their head during discussion relating to anti-depression economic policy during the interwar period. അത് ഇന്റർവാർ പീരീഡിൽ ഡിപ്രഷൻ ഇല്ലാണ്ടാക്കാൻ കുറേ പോളിസീസ് എക്കണോമിസ്റ്റുകൾ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസിക്കൽസും കുറേ വേസ് ഡിപ്രഷൻ ഇല്ലാണ്ടാക്കാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സേസിലൊക്കെ വെച്ചിട്ട് സൊല്യൂഷൻസൊക്കെ ഡിപ്രഷൻ ഇല്ലാണ്ടാക്കാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഫലിച്ചില്ല. അപ്പോൾ കെയ്ൻസ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ, ആ ഇൻ്റർവാർ ഡിപ്രഷൻ പീരീഡിലാണ് സെയിൽസിലോ തല പൊക്കിയതാണ് കെയ്ൻസ് ഇവിടെ സെയിൽസ്ലോവിനെ ക്രിട്ടിസൈസ് ചെയ്യണത്. Ralph Hawtrey, a strong advocate of the Treasury view, argued forcefully that public works programs would be useless since such expenditure would simply crowd out an equivalent amount of private spending. Such views only make sense in the context of a fully employed economy. ഇപ്പോൾ റാൽഫ് ഹോട്ട്രി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പബ്ലിക് സ്പെൻഡിങ്സ് വരികയാണെങ്കിൽ ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് ഉണ്ടാവും. അതായത് ഗവൺമെൻറ് ഒരുപാട് സ്പെൻഡിങ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൂട്ടുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ കൂട്ടുമ്പോൾ പ്രൈവറ്റ് സെക്ടറിന് അവിടെ ഒരു റോൾ ഇല്ലാതാകുക. അതാണ് ക്രൗഡ് ഔട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ക്രൗഡിങ് ഔട്ട് എഫക്റ്റും പഠിച്ചിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ആൻ എക്കണോമിക് തിയറി ആർഗ്യൂയിങ് ദാറ്റ് റൈസിങ് പബ്ലിക് സെക്ടർ സ്പെൻഡിങ് ഡ്രൈവ്സ് ഡൗൺ ഓർ ഈവൻ എലിമിനേറ്റ്സ് പ്രൈവറ്റ് സെക്ടർ സ്പെൻഡിങ്. പബ്ലിക് സെക്ടറിൽ ഒരുപാട് സ്പെൻഡിങ്സ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ആ ഒരു പ്രതിഭാസം പ്രൈവറ്റ് സെക്ടർ സ്പെൻഡിങ്ങിനെ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിനെ എക്കണോമിയിൽ നിന്നും ഓടിച്ചുവിടുന്നു. ഇതാണ് ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ടെന്ന് ഹോട്ട്രി എടുത്ത് പറയുന്നുണ്ട്. അപ്പം ഈ പാരഗ്രാഫ് നമുക്ക് ക്ലിയറാണ്. സെയ്സ്ലോ കെയ്ൻസ് പറയാണ് സെയ്സ്ലോ എന്ന് പറയുന്നത് ഇന്റർവാർ പീരീഡിലാണ്, അതായത് ഡിപ്രഷൻ ടൈമിലാണ് തല പൊക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹോട്ട്രി തല പൊക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹോട്ട്രി ഒന്ന് തിരുത്തിയ ഒരു കാര്യം നമ്മൾ പറഞ്ഞു. ഹോട്ട്രി എന്താ പറഞ്ഞത്, പബ്ലിക് എക്സ്പെൻഡിച്ചർ നടക്കില്ല, കാരണം പബ്ലിക് എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ടെങ്കിൽ ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് ഉണ്ടാവും, പ്രൈവറ്റ് സെക്ടറിൽ ഓടിപ്പോവും. സോ അതൊന്നും പ്രാവർത്തികമായില്ല ഹോട്ട്രി പറഞ്ഞ്. പിന്നെ അടുത്തത് ജനറൽ തിയറി കൊണ്ടാണ് കെയ്ൻസ് വരുന്നത്. അടുത്ത പോർഷന് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ജനറൽ തിയറിയുടെ ഒരു വരവാണ് നമ്മൾ കാണുന്നത്. A principal objective of writing the general theory was to provide a theoretical refutation of Say's law, something Matthews over a century earlier had tried and failed to do.
ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് തന്നെ സെയിൽസിൽ റോങ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. ഇത് മാൽത്തസ് കുറേ മുന്നേ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ കെയ്ൻസ് ആണ് സെയിൽസിൽ റോങ് ആണെന്ന് പ്രൂവ് ചെയ്തത്. അതായത് മെയിനായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് എഴുതിയിട്ടുള്ളത്. In Keynes' model, output and employment are determined by effective demand, and the operation of the labor market cannot guarantee full employment. നമുക്കറിയാം കെയ്ൻസ് മോഡലിൽ ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും ഡിറ്റർമൈൻ ചെയ്യുന്നത് എഫക്റ്റീവ് ഡിമാൻഡാണ്. കെയ്ൻസ് ബിലീവ് ചെയ്യുന്ന എന്ത് പ്രിൻസിപ്പിളാണ്? എഫക്റ്റീവ് ഡിമാൻഡാണ്. അതായത് എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് വെച്ചാൽ അഗ്രേറ്റ് ഡിമാൻഡ് ഈക്വൽ ടു അഗ്രേറ്റ് സപ്ലൈ. എംപ്ലോയ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എഫക്റ്റീവ് ഡിമാൻഡിലാണ്. ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ ഓഫ് ലേബർ മാർക്കറ്റിന് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല എന്നാണ് കെയ്ൻസ് പറയുന്നത്. ദ ഇൻട്രസ്റ്റ് റേറ്റ് is determined in the money market rather than by saving and investment decision. Variations in the marginal efficiency of investment bring about variations in real output via the multiplier effect, and as a result saving adjusts to investment through changes in income. Hence in Keynes' model, any inequality between planned investment and planned saving leads to quantity adjustment rather than equilibrating adjustments of the rate of interest. മാത്രമല്ല ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് മണി മാർക്കറ്റാണ്, അല്ലാണ്ട് സേവിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് അല്ല എന്നാണ് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മാർജിനൽ എഫിഷ്യൻസിയിലെ വേരിയേഷൻസ് മൾട്ടിപ്ലയർ എഫക്റ്റ് വഴി റിയൽ ഔട്ട്പുട്ടിൽ വേരിയേഷൻസ് വരുത്തുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടായിട്ട് സേവിങ്സ് ഇൻകത്തിലുള്ള ചേഞ്ചസിലൂടെ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിനാൽ കെയ്ൻസ് മോഡൽ പ്ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റും പ്ലാൻഡ് സേവിങ്സും തമ്മിലുള്ള ഏതെങ്കിലും ഇനീക്വാളിറ്റി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളെ ഇക്വിലിബ്രേറ്റ് ചെയ്യുന്നതിനേക്കാൾ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ്മെൻറ്റിനാണ് നയിക്കുന്നത്. By demonstrating the flaws inherent in wage and price flexibility as a method of returning the economy to full employment following a negative demand shock, Keynes effectively reverts its law. In Keynes' world of underemployment equilibrium, demand creates supply. നെഗറ്റീവ് ഡിമാൻഡ് ഷോക്കിനെ തുടർന്ന് എക്കണോമിനെ ഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനുള്ള ഒരു മെത്തേഡായിട്ടാണ് വേജ് ആൻഡ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റിയിൽ ഫ്ലോസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഫ്ലോസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതിലൂടെ സെയിൽസ് ലോനെ കെയ്ൻസ് മാറ്റിമറിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? എക്കണോമിയിൽ അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയമാണ് ഉണ്ടാവുന്നത്. കെയ്ൻസ് വേൾഡ് ഓഫ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ഡിമാൻഡാണ് സപ്ലൈ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പറയുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കെയ്ൻസ് സെയിൽസിലോ ഫെയിലിയർ ആണെന്ന് പറയാണ്, ഫോൾസാണ്, അല്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ് നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ദാറ്റ് ഈസ് കെയ്ൻസ് എന്താ ചെയ്യണത്? റിജക്റ്റ് ചെയ്യണം, സെയിൽസിലോനെ റിജക്റ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ കെയ്ൻസ് റിജക്ഷൻ ഓഫ് സെയിൽസ് ലോയിൽ ആദ്യം സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ അസംഷൻസ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ കെയ്ൻസ് റിജക്ഷൻ ഓഫ് സെയിൽസ് ലോ. അതായത് സെയിൽസ് ലോനെ എങ്ങനെയൊക്കെയാണ് കെയ്ൻസ് റിജക്റ്റ് ചെയ്യുന്നത്, ക്രിട്ടിസൈസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇത്രയാണ് ഈ ടോപ്പിക്കിൽ വരുന്നുള്ളൂ. താങ്ക് യു.